നമസ്കാരം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം, അങ്ങനൊരു ചൊല്ലുണ്ട്. ആ ഒരു ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഓരോ കേന്ദ്ര ബജറ്റ് വരുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യ സഖ്യക്കാരും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ. വികസിത ഭാരതത്തിലേക്ക് നയിക്കുന്ന വരും തലമുറയ്ക്ക് ഈ രാജ്യത്ത് തന്നെ തൊഴിലെടുത്ത് കഴിയാൻ അവസരമൊരുക്കുന്ന നിരവധി പദ്ധതികൾ ബഹുമാന്യയായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 2047 കൂടിയിട്ട് വികസിത ഭാരതം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഈ ബജറ്റ്. CPM-കാർ പറഞ്ഞു നടന്നിരുന്ന ഒരു വലിയ കള്ളം, ആ കള്ളവും ഈ ബജറ്റിൽ പൊളിഞ്ഞു. അത് ഞാൻ പറയാം. ഈ ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള കേന്ദ്ര വിഹിതം, ഈ നികുതി വിഹിതം രാഷ്ട്രീയ താൽപ്പര്യമനുസരിച്ച് കേരളത്തിന് കുറയ്ക്കുന്നു. ഇതാണ് CPM-കാർ ഇത്രയും കാലം നടത്തിയിരുന്ന പ്രചരണം. ഇപ്പോൾ ഇന്നലത്തെ ബജറ്റിൽ വന്നിട്ടുള്ള വിവരങ്ങളനുസരിച്ചിട്ട് 16-ാം കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നികുതി വിഹിതം 1.93% ഇപ്പോൾ വർദ്ധിച്ച് 2.38%. മാത്രമല്ല, ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ 24,000 കോടി കിട്ടുമോ വിഹിതം. ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 36,000 കോടിയാണ്. ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ആണ് ഇത് കൂടിയത്. ഇതിനെക്കുറിച്ച് ബാലഗോപാൽ അടക്കമുള്ള ആളുകൾക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നികുതി വിഹിതത്തിൽ രാഷ്ട്രീയ താൽപ്പര്യം വെച്ച് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് ഇനിയും പറയോ? നമുക്കറിയാം, ആയുർവേദത്തിനടക്കം വലിയ പ്രോത്സാഹനമാണ് ബജറ്റിൽ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആയുർവേദത്തിന് എയിംസുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയുർവേദ മേഖലയിൽ. അതിലൊന്ന് കേരളത്തിന് സ്വാഭാവികമായും അർഹമായിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരും MP-മാരും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നടത്തി ഗൃഹപാഠം ചെയ്ത് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു ധാതു ഇടനാഴി. അത് ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ CPM-ഉം കോൺഗ്രസും പറയുന്നത് ധാതുക്കൾ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിന് വേണ്ടിയാണ് ഈ ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബഹളം അതിവേഗ റെയിൽ കിട്ടിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബഹളം. അതിവേഗ റെയിൽ പാത കേരളത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ E. ശ്രീധരൻ അദ്ദേഹത്തോട് പ്രായോഗികമായിട്ടുള്ളൊരു പദ്ധതിയുടെ DPR തയ്യാറാക്കി കൊടുക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി അതിവേഗ റെയിലിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് ചോദിക്കേണ്ടത്, ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? അവരൊരു പ്രഖ്യാപനം നടത്തി, അതിനപ്പുറം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഗൃഹപാഠം ചെയ്ത് തയ്യാറാക്കിയിട്ട് DPR കൊടുത്തിട്ടുണ്ടോ? കുറേ കാലം റെയിൽ വരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാണ്. റെയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി. ആളുകളുടെ അടുക്കളയിൽ പോലും പോയിട്ട് മഞ്ഞക്കുറ്റിയിട്ടു. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അതൊരു വലിയ ഭൂമാഫിയ ഇടപാടായിരുന്നു എന്ന് വളരെ വ്യക്തമായിരുന്നു. റെയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ റെയിൽ വരില്ല കേട്ടോ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ റെയിൽ വരില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ RRTS അതിനെക്കുറിച്ചാണ് കേരള സർക്കാർ പറയുന്നത്. ഒരു പഠനവും നടത്താതെ, കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ സിൽവർ ലൈനിന് വേണ്ടിയിട്ട് മഞ്ഞക്കുറ്റിയായിട്ട് പോയ ആളുകളാണിവർ. ആ സ്ഥലങ്ങളിലൊക്കെ സ്ഥലവില ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ഇന്നും ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ആർജവം ശ്രീമാൻ പിണറായി വിജയൻ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റെയിൽ വരില്ല കേട്ടോ എന്ന് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പറയണം. റെയിൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത, അതിൻ്റെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ, ആ മുഴുവൻ കേസുകളും പിൻവലിക്കണം. ഇനി ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും മഞ്ഞക്കുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം സർക്കാർ ചെലവിൽ നീക്കം ചെയ്യണം. വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാട്, അങ്ങനെ ഒരു ഇടപാടായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയിലൂടെ CPM നേതാക്കന്മാർ ലക്ഷ്യമിട്ടത്. 52 കോടി രൂപയാണ് പഠനം എന്ന് പറഞ്ഞിട്ട് ചിലവാക്കി കളഞ്ഞത്, പാഴാക്കി കളഞ്ഞത്.
അതിൻ്റെ പിന്നിലെ കഥയൊക്കെ പിന്നീട് വരും. ഇനിയിപ്പോൾ ബാലഗോപാൽ പറയുന്ന RRTS പദ്ധതി, ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ശ്രീധരനെ കൂടി വിശ്വാസത്തിലെടുത്തു കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നാണ്. അതിവേഗ റെയിൽ കേരളം പോലെയുള്ള ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനത്ത് അവിടെ അതിവേഗം നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പഠനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി വേണം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വേണം. അതുകൊണ്ട് ഈ സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അതിവേഗ റെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രയത്നിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധതയാണ് സംസ്ഥാന സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.